UDF ഭരിക്കുന്ന കണ്ണൂർ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇരിക്കൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കമ്പിൽ സ്വദേശിയായ മദീന മൻസിലിൽ PP ഷമീറിന്റെ പരാതിയിലാണ് നടപടി. 2024-25 കാലയളവിൽ ബാങ്ക് പ്രസിഡന്റായിരുന്ന നിലവിലെ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ്, ബാങ്ക് വൈസ് പ്രസിഡന്റായിരുന്ന നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UP അബ്ദുറഹ്മാൻ, മെയിൻ ബ്രാഞ്ചിന്റെ അന്നത്തെ സെക്രട്ടറി മനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞിമായൻ, മുനീറുദ്ദീൻ, BT പത്മനാഭൻ, സുകുമാരൻ, ബിന്ദു, സുപ്രിയ, റൈഹാനത്ത്, കുട്ടാവ് പഞ്ചായത്ത് മാനേജർ നിധിൻ, മെയിൻ ബ്രാഞ്ചിലെ ഇപ്പോഴത്തെ സെക്രട്ടറി അജിത എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ശ്രീജിയും പത്മനാഭനും കൊടുത്ത ഒരു കേസുണ്ടായിരുന്നു. ഏപ്രിൽ 6 അത് FIR രജിസ്റ്റർ ചെയ്തതാണ്. കോടതി ഇതിൻ്റെ നിർദ്ദേശപ്രകാരം ഇരിക്കൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ജീവനക്കാർ 3 പേര് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അവർക്ക് ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ ഈ ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് കിട്ടുമ്പോഴേക്കും 1 മാസത്തിലധികം വൈകിട്ടാണ് ഹൈക്കോടതി ഇന്ന് അവർക്ക് ജാമ്യം കിട്ടുന്നത്. ഇതിനിടയിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇരിക്കൂർ പോലീസ് തയ്യാറായിട്ടില്ല. ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന പലിശ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു എന്നാണ് പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പരാതിക്കാരനായ ഷമീറിന്റെ 16 ലക്ഷം രൂപയുടെയും 30 ലക്ഷം രൂപയുടെയും നിക്ഷേപങ്ങൾ തട്ടിയെടുത്തതായാണ് FIR-ലുള്ളത്. ബാങ്കിന്റെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് അധികൃതർ ഷമീറിനെ സമീപിച്ചത്. ഇതേ തുടർന്ന് ഷമീർ വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് കാലാവധി പൂർത്തിയാക്കി പണം പിൻവലിക്കാൻ ബാങ്കിൽ ചെന്നപ്പോൾ പണം തിരിച്ചു നൽകാതെ അധികൃതർ വഞ്ചിക്കുകയായിരുന്നു. തുടർന്ന് നീതി തേടി ഷമീർ കോടതിയെ സമീപിച്ചു. എൻ്റെ സുഹൃത്തായ ഷബീർ എന്ന വ്യക്തിയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനും FIR ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇതിനു മുന്നേ പത്മനാഭ മാഷും ശ്രീജ എന്ന വ്യക്തികളും ഇതിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇനിയും കൂടുതൽ FIR-കൾ വരും എന്നാണ് അറിഞ്ഞത്. കൂടുതൽ നിക്ഷേപകർ കേസിന് മുന്നോട്ട് നീങ്ങുന്നതെന്ന് അറിഞ്ഞു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി കൂട്ടരാജിവെച്ചു. നിലവിൽ ബാങ്കിന്റെ ഭരണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് നടത്തിവരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.